نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളോട്, സഹചാരികളോട് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മൻ സർറഹു അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി വയുവസ്സഅ ലഹു ഫീ ഉംരിഹി വയുദ്ഫഅ അൻഹു മീതതസ്സു. മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു. ഒന്ന്, റിസ്ക് വിശാലമായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആയുസ് ദീർഘിച്ച് കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. ഒന്ന്, വല്യത്തഖില്ല, അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. രണ്ട്, വല്യസ്വിൽ റഹിമ, അവനവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. അപ്പോ അടിസ്ഥാനപരമായി ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, റിസ്ക് വിശാലമായി കിട്ടാനും ആയുസ് ദീർഘിച്ച് കിട്ടാനും മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. കുടുംബത്തിന്റെ വിഷയത്തിൽ പുതിയ കാലത്ത് ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി തീർന്ന സമകാലിക സാഹചര്യത്തിൽ എത്രത്തോളം സ്വന്തം മാതാപിതാക്കളോട് വരെയുള്ള ബന്ധങ്ങൾ ഏറെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ബന്ധങ്ങളുടെ മഹത്വവും അത് മുറിച്ചാൽ വരുന്ന അപകടങ്ങളെക്കുറിച്ചും നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതോടൊപ്പം വളർന്നു വരുന്ന തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. മാതാപിതാക്കളെ ക്രൂരമായി കൊല ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠ സഹോദരങ്ങൾ ശത്രുക്കളായി കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സ്വാർത്ഥരായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുടുംബ ബന്ധത്തിന്റെ മഹത്വവും അത് ചേർക്കുന്നത് വഴി ലഭിക്കുന്ന നേട്ടങ്ങളും
അത് മുറിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബബന്ധം മുറിച്ചാൽ ഉണ്ടാകുന്ന 10 അപകടങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ചൊരു കാര്യം ഒരാൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കലാണ്. അത് ഹറാമാണ്. ഹറാമ് 2 രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഹറാമാണ്. 2, ഖുർആൻ ചെയ്യണമെന്ന് കൽപ്പിച്ച ഒരു കാര്യം ഒരാൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ്. ഉദാഹരണത്തിന് 5 നേരം നിസ്കരിക്കുക എന്നത് ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്, അത് നിർബന്ധമാണ്. ഇതൊരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ്. കുടുംബബന്ധം ചേർക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം, കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം, കുടുംബത്തോട് നിങ്ങൾ നന്മകൾ ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. അതൊരാൾ ഉപേക്ഷ വരുത്തിയാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ്. നമ്മൾ പേടിക്കണം. നിസ്സാരമായ ദുനിയാവിന്റെ കാര്യത്തിന്റെ പേരിലാണ് കുടുംബബന്ധം നമ്മൾ തകർക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഹറാമാണ് എന്ന ബോധമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. 2ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബബന്ധം മുറിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅമാലി അബ്ഗദു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. സഹാബിമാർ ചോദിച്ചു, പിന്നെ ഏതാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖതീഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കലാണ്. നമ്മൾ എന്തിനാണ് സഹോദരങ്ങളെ, ജ്യേഷ്ഠ സഹോദരങ്ങളോടുള്ള ബന്ധം മുറിച്ചത്, സഹോദരിമാരുള്ള ബന്ധം മുറിച്ചത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളോടുള്ള ബന്ധം മുറിച്ചത് നിസ്സാരമായ ദുനിയാവിന്റെ പേരിൽ, ഒരു പറമ്പിന്റെ പേരിൽ, ഒരു പണത്തിന്റെ പേരിൽ, ഒരു 5 സെന്റിന്റെ പേരിൽ. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത്. ബോധവാന്മാരാകേണ്ടതുണ്ട്. വളർന്നു വരുന്ന തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. 3ാമത്തെ കാര്യം, കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബിമാർ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞങ്ങൾ കേട്ടു, ഇന്ന അഅമാല ബനി ആദം, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, തുഅറബു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ, എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യുഖ്ബലു അമലുൻ ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്തിനാ പ്രിയപ്പെട്ടവരെ 5 നേരം നിസ്കരിക്കുന്നത്? എന്തിനാണ് ഖുർആൻ ഓതുന്നത്? സമൂഹത്തിലെ സകല തോന്നിവാസങ്ങളിലും വ്യാപൃതരാകാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അത് ഹറാമാണ്, അത് തെറ്റാണ്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് പോകരുത്, ഒക്കെ റബ്ബിനെ പേടിച്ചിട്ടാണ്. ഈ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും കുടുംബ ബന്ധം മുറിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. 4ാമത്തെ കാര്യം, ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന ചില തിന്മകളുണ്ട്. അതിലൊന്നാണ് കുടുംബ ബന്ധം മുറിക്കൽ. ദുനിയാവെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശിക്ഷ തരുന്ന ചില തിന്മകളുണ്ട്. അതിലൊന്നാണ് കുടുംബ ബന്ധം മുറിക്കൽ. നരകിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. സമൂഹത്തിൽ നമ്മൾ നേർക്ക് നേരെ കാണുന്ന എത്ര ഉദാഹരണങ്ങളുണ്ട്. മാതാപിതാക്കളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ, കുടുംബങ്ങളോട് കലഹിച്ചതിന്റെ പേരിൽ, ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കണ്ണീര് കുടിച്ച് വേദനിച്ച് സങ്കടപ്പെട്ട് നരകിച്ച് ലോകത്തോട് വിട പറയുന്ന എത്ര മനുഷ്യരെ നേർക്ക് നേരെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദംബാനി മുഅജ്ജലാനി, ദുനിയാവിൽ തന്നെ പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്ന ചില തിന്മകളുണ്ട്. ലാ യുഅഖറാൻ, ഒരിക്കലും പടച്ചോനത് നീട്ടിവെക്കൂല. ഒന്നെന്താ അറിയോ? ഒന്ന് അതിക്രമം. 2ാമത്തെ എന്താ അറിയോ? വഖതീഅത്തു റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കലാണ്.
അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ പടച്ചോൻ തടയും. അർറഹിമു മുഅല്ലഖതുൻ ബിൽ അർശ്, അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. അത് പറയും. എന്ത് പറയുമെന്നറിയോ? മൻ വസലനി വസലഹുല്ലാഹ്, എന്നോട് ബന്ധം ചേർത്തവനോട് അള്ളാഹു ബന്ധം ചേർക്കും. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നോട് ബന്ധം മുറിച്ചവനോട് അള്ളാഹു ബന്ധം മുറിക്കും എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, ഖതഅഹുല്ലാഹു ഖാതിഅ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവനോട് അള്ളാഹു ബന്ധം മുറിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കിനായത്തുൻ അൻ ഹർമാനിഹി വ ഇഹ്സാനിഹി, അവൻ അള്ളാഹു നന്മകൾ ചെയ്യുകയില്ല, അവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അവനെ തടഞ്ഞു വെക്കും. എന്റെ മുന്നിലിരിക്കുന്ന സത്യവിശ്വാസികളോട് നമ്മളെല്ലാവരും പ്രഭാതത്തിൽ അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടി പറയുന്നത് എന്താ? അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവേ എല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. വഅസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും അല്ലാഹുവേ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. നിന്റെ സഹായമില്ലാതെ, നിന്റെ ബറക്കത്തില്ലാതെ, നിന്റെ റഹ്മത്തില്ലാതെ, നിന്റെ പരിഗണനയില്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ആലോചിച്ചു നോക്കണം, ആ അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടും കുടുംബ ബന്ധം മുറിച്ചാൽ. ആറാമത്തത്, ദുനിയാവിലും പരലോകത്തും വലിയ നഷ്ടമാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവിനോട് കരാർ ചെയ്ത് ആ കരാറുകളെ ലംഘിക്കുന്നവർ, വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, വയുഫ്സിദൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അവരെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ. എന്താണ് നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ? അൽ ഖാസിറൂന ഫിദ് ദുനിയ വൽ ആഖിറ, അവർ ദുനിയാവിലും നഷ്ടക്കാരാണ്, ആഖിറത്തിലും നഷ്ടക്കാരാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് നമ്മോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുടുംബബന്ധം മുറിക്കുക വഴി നമ്മൾ എത്തിച്ചേരുന്ന 6 അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏഴാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം കിട്ടാൻ കാരണമാണ് കുടുംബബന്ധം മുറിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, അത്വറുദു മിൻ റഹ്മത്തില്ല, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ ആട്ടി അകറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് നമ്മൾ. ആ ബോധ്യമുള്ളവർ തന്നെയാണ് കുടുംബബന്ധം മുറിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റഅദിലെ 25-ാമത്തെ വചനം, الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض, ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർ, ഉലൈക ലഹുമുൽ ലഅന, അവർക്കാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്, വലഹും സൂഉദ്ദാർ, അവർക്കാണ് ഏറ്റവും മോശപ്പെട്ട ഗേഹമുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. സൂറത്ത് മുഹമ്മദിലെ 23-ാമത്തെ വചനം, സൂറത്ത് റഅദിലെ 25-ാമത്തെ വചനം. ഈ ആയത്തുകളിലൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത് കുടുംബബന്ധം മുറിക്കുക വഴി വരാനിരിക്കുന്ന അപകടങ്ങളാണ്. 8-ാമത്തെ കാര്യം, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, അത്താ യദ്ഹറൽ ഫുഹ്ശ് വത്തഫാഹുശ്,
തിന്മകൾ വ്യാപിക്കുന്നത് വരെ, അധർമ്മങ്ങൾ വ്യാപിക്കുന്നത് വരെ പരസ്യമായിട്ട് തോന്നിയാസം ചെയ്യുന്ന, അതിനൊന്നും ഒരു മടിയുമില്ലാത്ത, അതൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാള് തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുമ്മാ വെച്ചാൽ അതിനെന്താ കുഴപ്പമോ എന്ന തലമുറകൾ, സമൂഹത്തിലുള്ളവർ, മുന്നിൽ നിൽക്കുന്നവർ ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു 9ാമത്തെ അപകടം, നാളെ ഖിയാമത്ത് നാളിൽ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരും. എന്നിട്ട് അവര് പറയും, കുടുംബ ബന്ധം പറയും, അള്ളാഹുവേ, ഞാൻ ആക്രമിക്കപ്പെട്ടു, എന്നോട് ആളുകൾ മോശപ്പെട്ട രീതിയിൽ എന്നോട് സമീപിച്ചു, എന്നോട് അവർ ബന്ധം മുറിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തോട് തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്. അലാ തർളീൻ അൻ അഖ്താ മൻ ഖതഅതി, നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചാൽ നീ തൃപ്തിപ്പെടുമോ എന്ന് കുടുംബ ബന്ധത്തോട് ചോദിക്കുന്നുണ്ട്. വാസിലുമൻ വസലക്കി, നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർത്താൽ നീ തൃപ്തിപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്, കുടുംബ ബന്ധം ചേർത്തവനോടെ അള്ളാഹുവിന് ബന്ധമുള്ളൂ, കുടുംബ ബന്ധം മുറിച്ചവനോട് അള്ളാഹുവും ബന്ധം മുറിച്ചിരിക്കുന്നു. ആലോചിച്ചു നോക്കണം, അപകടകരമാണ്. നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 10ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫാത്തി റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കും ഒരൊറ്റ വാചകം കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുടുംബക്കാരൻ തന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ മകൻ ഒരാളോട്, തന്റെ മൂത്താപ്പാന്റെ മകനോട് സാമ്പത്തികമായ ഒരു പ്രയാസം വന്നപ്പോ ഒരു സഹായം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു തരാൻ. ഒരു സഹായം ചോദിച്ചു, അയാൾക്ക് കൊടുക്കാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്, കൊടുക്കാൻ കയ്യിൽ പണമുണ്ട്, സാമ്പത്തികമായ ഭദ്രതയുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അയാൾ എന്ത് ചെയ്തില്ല? ഫയുബ്ഖല അലൈഹി, അയാൾ പിശുക്ക് കാണിച്ചു, അയാൾ കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇല്ലാ ഉഖ്രിജ ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ മിനൻ നാർ, നാളെ ഈ കൊടുക്കാത്ത കുടുംബക്കാരന്റെ സമ്പത്ത് മുഴുവനും എടുത്ത് അത് വലിയ സർപ്പമാക്കി നാളെ അവന്റെ കഴുത്തിൽ അണിയിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസിലുള്ളത്, കൊടുക്കാൻ കഴിവുണ്ട് എന്നിട്ട് കുടുംബക്കാരന് കൊടുത്തില്ല, മറച്ചു വെച്ചു, പ്രയാസപ്പെട്ടു, എന്നിട്ടും കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് മനഅഹുല്ലാഹു ഫദ്ലഹു യൗമൽ ഖിയാമ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ഫദ്ലും പടച്ചോന്റെ ഭാഗത്ത് നിന്ന് കിട്ടൂല. തിന്മകളുടെ രേഖ കയ്യിലേക്ക് തന്നിട്ട് രേഖ കണ്ട് ബേജാറാകുമ്പോ പടച്ചോൻ ചോദിക്കണ്ട്, അതിൽ എന്തെങ്കിലും രേഖപ്പെടുത്താത്തുണ്ടോ, എന്തെങ്കിലും ഞാൻ അധികം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ പറയാം, പടച്ചോനെ ഒന്നുമില്ല. ഈ തിന്മകളുടെ രേഖയുടെ മുമ്പിൽ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരു നന്മ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു കാർഡ് നമ്മുടെ കയ്യിലേക്ക് തരും. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തിയ കാർഡ്. ആ കാർഡ് കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കും, അല്ലാഹുവേ, 99ഓളം വരുന്ന വിശാലമായ തിന്മകൾ രേഖപ്പെടുത്ത എന്റെ രേഖക്ക് പകരം ഇതെങ്ങനെയാണ് അതിന് പകരമാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിന്റെ 99ഓളം വരുന്ന തിന്മകൾ രേഖപ്പെടുത്തിയ രേഖ ഒരു തട്ടിൽ വെക്കുക, ഒരു തുലാസിന്റെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് രേഖപ്പെടുത്തിയ ഒരു രേഖ, ഈ കാർഡ് മറ്റേ തട്ടിലും വെക്കുക. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫതാശത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തി കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കനം കൊണ്ട് തിന്മകൾ രേഖപ്പെടുത്തിയ 99ഓളം വരുന്ന കണ്ണെത്താ ദൂരം വിശാലമായ ആ രേഖകൾ പാറിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, പരലോകത്ത് അള്ളാഹുവിന്റെ പരിഗണനയില്ലാതെ, അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂ? ഹൗദുൽ കൗസർ കുടിക്കാൻ പറ്റൂ? അർശിന്റെ തണല് കിട്ടോ? സിറാത്ത് എന്ന പാലം കിടക്കാൻ പറ്റൂ? ആലോചിക്കണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ച എല്ലാ മര്യാദകളും പാലിച്ച് ആ ബന്ധങ്ങൾ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങളെ വിശുദ്ധമാക്കാൻ
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്, പല രോഗികളുമുണ്ട്. അള്ളാഹു അവർക്ക് പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.